ഇറാന് സൈനിക പിന്തുണ നൽകില്ലെന്ന് ചൈന ഉറപ്പ് നൽകിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് അംഗീകരിക്കില്ലെന്നും ചൈന ഉറപ്പ് നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചു. ഹോർമൂസിൽ സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിൽ എത്തിയെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറയുന്നു. ഐസൺ തുടരുന്നുണ്ട്. ഐസൺ, ഈ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണല്ലോ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത്. ഒരു ഘട്ടത്തിൽ ഇറാന് റഷ്യയും ചൈനയും പിന്തുണ നൽകുന്നു എന്ന വിമർശനം അമേരിക്ക ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ മഞ്ഞുരുക്കം സംഭവിക്കുന്നത്? ഗൗതം, രാഖി, തീർച്ചയായും ഈ കൂടിക്കാഴ്ചയിൽ നിർണായകമായത് ആ ഒരു ഘടകം തന്നെയാണ്. അതായത് ഇറാന് പിന്തുണ നൽകുക എന്നൊരു നീക്കം ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ചൈന സ്വീകരിക്കുകയും ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, ആയുധങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം എന്ന കൃത്യമായൊരു നിലപാടാണ് സന്ദർശനത്തിന് മുമ്പ്, അതായത് ഇന്നലെയും ഇന്നുമായി ചൈന സന്ദർശിക്കുകയാണ് US പ്രസിഡന്റ്. ഈ സന്ദർശനത്തിന് മുമ്പ് തന്നെ എടുത്ത നിലപാടാണത്. ഇറാനെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ ഒഴിവാക്കണം, ഇറാൻ ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കണം എന്ന നിലപാടെല്ലാം തന്നെ അറിയിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ചൈനയുമായുള്ള സന്ദർശനത്തിൽ, ഈ ചൈന സന്ദർശനത്തിൽ അക്കാര്യം കൃത്യമായി വിശദീകരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിനെ ചൈന പൂർണ്ണമായും എതിർക്കുകയും ആണവ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനെ പൂർണ്ണമായി എതിർക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹോർമൂസിൽ സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തും. അതുപോലെ തന്നെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അതിനെ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം, അതായത് സൈനികമായ പിന്തുണ ലഭ്യമാക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകില്ല എന്ന് കൃത്യമായി ചൈനയുടെ ഭാഗത്തു നിന്ന് ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഉറപ്പ് ലഭിച്ചു എന്നാണ് വൈറ്റ് ഹൗസ് ഒരു പ്രസ്താവനയിലൂടെ തന്നെ, ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയം എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, ഈ ചൈനയും റഷ്യയും ചേർന്ന് UN-ൽ ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അതായത് ബഹ്റൈൻ അവതരിപ്പിച്ച ഒരു പ്രമേയം, UN-ൽ കൊണ്ടുവന്നൊരു പ്രമേയം ഈ ചൈനയും റഷ്യയും ചേർന്ന് വീറ്റോ ചെയ്തിരുന്നു. അത്തരത്തിൽ വീറ്റോ ചെയ്യുന്ന നീക്കങ്ങൾ ഉണ്ടാകരുത് എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വീറ്റോ ചെയ്യുന്ന നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ ഒരു സമാധാന സാഹചര്യം ഒരുങ്ങി വരുമ്പോൾ, ആ ഒരുങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ സൈനിക സംവിധാനങ്ങളെ, അതായത് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷണ സംവിധാനങ്ങളെ, UN ഫോഴ്സ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെ അവിടേക്ക് വിന്യസിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് നേരത്തെ മാർക്കോ റൂബിയോ അറിയിച്ചിരുന്നു. അത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ വീറ്റോ ചെയ്യരുത് എന്നൊരാവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. മാർക്കോ റൂബിയോയും സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും അവിടെ സന്ദർശിച്ചിരിക്കുന്നു എന്നത് നിർണായകമാണ്. ഈ രണ്ട് നേതാക്കളും ട്രംപിനൊപ്പം അവിടെ ഉണ്ടായിരുന്നു, ചൈനയിലുണ്ടായിരുന്നു, ബീജിംഗ് സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും നിർണായകമായ ഘടകങ്ങളാണ്. ഈ രണ്ട് ചർച്ചകളും അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായക വിഷയം, ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്, അമേരിക്കയിൽ നിന്നും എണ്ണയും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളും ചൈന വാങ്ങുമെന്നൊരു നിലപാടും അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായത് താരിഫ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുടെ ഭാഗമായി, താരിഫ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായാണ് ഉണ്ടായതെങ്കിലും ഇറാനിൽ നിന്നുള്ള എണ്ണ ആശ്രിതത്വം ചൈന കുറയ്ക്കുകയും പിന്തുണ നൽകില്ല എന്ന് ചൈന ഉറച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് സഭനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ നിർണായകമാണല്ലേ. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച. രാഖി, ഇന്ന് അന്താരാഷ്ട്ര കുടുംബ ദിനമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. അതെ, തീർച്ചയായും നമ്മൾ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു അല്ലേ. അതെ, എല്ലാത്തിനും അടിസ്ഥാനം കുടുംബമാണ്. അതെ അതെ, കുടുംബം നോക്കാതെ മറ്റൊന്നും നോക്കി നടക്കരുത് അല്ലേ. ചില ആൾക്കാർ കുടുംബം നോക്കാതെ നാട് നന്നാക്കാൻ, അത് ശരിയല്ല എന്നാണ് പൊതുവെ പറയുന്നത്.